കറുത്ത പുക വീണ്ടും ഉയർന്നു. പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനായില്ല. മെയ് 7 ബുധനാഴ്ച വൈകുന്നേരം 4:30 ആരംഭിച്ച കോൺക്ലേവിന്റെ ആദ്യ ദിനത്തിൽ നടത്തിയ വോട്ടെടുപ്പിൽ സംബന്ധിച്ച കർദിനാൾമാർക്ക് റോമിന്റെ പുതിയ മെത്രാനെ തിരഞ്ഞെടുക്കാനായില്ല. ബുധനാഴ്ച വൈകുന്നേരം 5:45 കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവകാശമില്ലാത്തവർ പുറത്തു പോകുന്നതിനുള്ള എക്സ്ട്രാ ഓംനസ് എന്ന നിർദ്ദേശം നൽകി അടയ്ക്കപ്പെട്ട സിസ്റ്റൈൻ ചാപ്പലിൽ വോട്ടെടുപ്പ് നടന്നെങ്കിലും ദീർഘനേരത്തിനു ശേഷം വൈകിട്ട് 9 മണിയോടെ മാത്രമാണ് വോട്ടെടുപ്പിന്റെ ഫലം അറിയിച്ചുകൊണ്ട് കറുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ പിടിപ്പിച്ച പുകക്കുഴലിൽ നിന്ന് ഉയർന്നത്. പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലും അതിനു മുൻപിലുള്ള വീതിയേറിയ വഴിയിലും ഏതാണ്ട് 3 മണിക്കൂറോളം കാത്തുനിന്നിരുന്ന 45,000-ലധികം തീർത്ഥാടകരും സന്ദർശകരുമായ ജനം വിവിധ രാഷ്ട്രങ്ങളുടെ പതാകകൾ പേറിയിരുന്നു. ഒപ്പം കോൺക്ലേവിന്റെ വിശേഷങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ കാത്തിരുന്ന നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരുമുണ്ടായിരുന്നു. വൈകിട്ട് 9 മണിക്കാണ് വോട്ടെടുപ്പിൽ പുതിയൊരു പാപ്പായെ ഇനിയും തിരഞ്ഞെടുക്കാനായില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടും ദീർഘനേരം കാത്തുനിന്ന ആയിരങ്ങളെ നിരാശരാക്കിക്കൊണ്ടും കറുത്ത പുക ഉയർന്നത്. വ്യാഴാഴ്ച രാവിലെ നടന്ന വോട്ടെടുപ്പിന് ശേഷം സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിണിയിൽ നിന്ന് ഉയർന്ന കറുത്ത പുക റോമിന്റെ പുതിയ മെത്രാനെ ഇനിയും തിരഞ്ഞെടുത്തിട്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. 4ഉം 5ഉം പ്രാവശ്യത്തെ വോട്ടെടുപ്പുകൾക്കായി വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 3:45 കർദിനാൾമാർ വീണ്ടും അപ്പോസ്തലിക കൊട്ടാരത്തിലേക്ക് എത്തുക. ഉച്ചകഴിഞ്ഞുള്ള പ്രഥമ വോട്ടെടുപ്പ് വൈകുന്നേരം 4:30 വോട്ടെടുപ്പിന്റെ ഫലം അനുസരിച്ച് വൈകുന്നേരം 5:30 7 വോട്ടിന്റെ ഫലം വ്യക്തമാക്കുന്ന പുകയുയരും. പത്രോസിന്റെ പുതിയ പിൻഗാമിക്കായി റോമിന്റെ പുതിയ മെത്രാനായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.